മേഘയ്ക്ക് സലാഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കഴിക്കാനൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ അവൾ സലാഡ് ഉണ്ടാക്കി കഴിക്കും. പക്ഷെ അവൾക്കൊരു ശീലമുണ്ടായിരുന്നു. സലാഡ് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് പച്ചക്കറികൾ വേണം. അത് അവൾക്ക് നിർബന്ധമായിരുന്നു. എനിക്ക് ഈ കക്കരിക്ക വേണ്ട ചേട്ടാ, ഇത് നല്ല ഫ്രഷ് അല്ലെന്ന് കണ്ടാ അറിയാം. ഇന്നലെ വൈകുന്നേരം വന്നതാ ചേച്ചി, 10 രൂപയുള്ളൂ, നല്ലതാ, മേടിച്ചോ. എനിക്ക് വേണ്ടേ, നീ ഇത് ഫ്രീ ആയിട്ട് തന്നാലും ഞാൻ വാങ്ങില്ല. സാലഡിന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. എനിക്ക് സലാഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് പച്ചക്കറി വേണം. സലാഡില് പച്ചക്കറികൾ നിറഞ്ഞിരിക്കണം. കക്കരിക്കയ്ക്ക് എത്രയാ ചേട്ടാ? ചേച്ചി 1 കിലോയ്ക്ക് 50 രൂപ മാത്രമേ ഉള്ളൂ, ഫ്രഷ് ആണ്, വാങ്ങിക്കോ. എനിക്കറിയാം നിന്റെ അടുത്ത് നല്ല ഫ്രഷ് സാധനങ്ങളേ ഉള്ളൂ. കക്കരിക്ക മാത്രമല്ല, ബാക്കിയുള്ള പച്ചക്കറികളും നിന്റെ അടുത്ത് ഫ്രഷ് തന്നെയാ. ചേച്ചിക്ക് എത്ര രൂപ തരാൻ പറ്റും അത് പറ. എനിക്ക് എല്ലാം കൂടെ ഒരു 100 രൂപയ്ക്ക് തരാൻ പറ്റുമോ? ചേച്ചി നല്ല ക്യാരറ്റും ലെറ്റ്യൂസും ഉണ്ട്, ഫ്രഷ് ആണ്, ഇന്ന് രാവിലെ വന്നതാണ്. ആ വെച്ചോ, എനിക്ക് സലാഡില് പച്ചക്കറികൾ നിറഞ്ഞിരിക്കണം, വെച്ചോ. പിന്നെ നാളെയും കൊണ്ടുവരണേ, ഞാൻ വാങ്ങിക്കോളാമേ. ചേച്ചി എന്തിനാ വെറുതെ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വരുന്നത്? ചേച്ചിയുടെ വീടിൻ്റെ അഡ്രസ്സ് ഇങ്ങ് തന്നാൽ മതി. സാലഡിനുള്ള പച്ചക്കറികളും സാധനങ്ങളെല്ലാം ഞാൻ തന്നെ നേരിട്ട് അവിടെ കൊണ്ട് തരാം. ആ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. എന്താ ഒരു കാര്യം ചെയ്യ്, ഇനി മുതൽ എന്റെ വീട്ടിലേക്ക് നീ എല്ലാം കൊണ്ടുത്താ. അടുത്ത ദിവസം മേഘയുടെ വീട്ടിൽ ആ പച്ചക്കറിക്കാരൻ എന്നും വരാൻ തുടങ്ങി. മേഘയ്ക്കിപ്പം മാർക്കറ്റിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. അവൾ ആഗ്രഹിച്ച പോലെ തന്നെ സലാഡിനുള്ള നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടാറുണ്ട്. ഒരു ദിവസം പച്ചക്കറിക്കാരൻ പച്ചക്കറി കൊടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. നോക്കുമ്പോ മേഘയുടെ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ആ ചേട്ടാ, നമ്മുടെ മേഘ ചേച്ചിയുടെ വിവാഹ നിശ്ചയാണ്. അവര് രാത്രിയാവും വരുമ്പോ. അതെയോ, എന്നാ കുഴപ്പമില്ല, ഞാൻ പോയിട്ട് നാളെ വരാം. പച്ചക്കറിക്കാരൻ അവിടുന്ന് പോയി. അങ്ങനെ മേഘയുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. അവരെല്ലാരും കല്യാണത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കിലായി. മേഘ ചേച്ചി, സലാഡിനുള്ള പച്ചക്കറികളാ പച്ചക്കറിക്കാരൻ എനിക്ക് തന്നു. ചേച്ചി വീട്ടിലില്ലാത്തോണ്ട് എന്നോട് വെച്ചോളാൻ പറഞ്ഞു. ആ കമല നന്നായിട്ടോ, 2 ദിവസമായിട്ട് ഞാൻ സലാഡ് കഴിച്ചിട്ടില്ല. തിരക്ക് കാരണം കഴിക്കാൻ ടൈം കിട്ടിയില്ല. പച്ചക്കറിക്കാരൻ ചേട്ടാ എന്ത് നല്ല. അമ്മ കണ്ടില്ലേ, വീട്ടിൽ കൊണ്ട് തന്നേക്കണു. ഞാൻ പൈസ കൊടുത്തിട്ട് വരാവേ. ആ മോളെ, ഇന്നിപ്പോ ഇനി പോവണ്ട, നാളെ എന്തായാലും വരുമല്ലോ. നാളെ ഇപ്പൊ കൊടുത്താ മതി. നാളെ നമുക്ക് എവിടെയും പോകണ്ടല്ലോ. ഇപ്പൊ ക്ഷീണിച്ച് വന്നേ ഉള്ളൂ. ശരി അമ്മ, ഞാൻ എനിക്ക് വേണ്ടി സലാഡ് ഉണ്ടാക്കട്ടെ, എനിക്ക് നല്ല വിശപ്പുണ്ടേ. മേഘ, നീ കല്യാണത്തിന് ശേഷം എന്താ ചെയ്യാൻ പോകുന്നേ? ഇവിടെയാണെങ്കിൽ നീ ഒരു പച്ചക്കറിക്കാരനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ലേ? നിനക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങോട്ട് തരില്ലേ? അവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്ന് നിനക്കിപ്പോൾ അറിയത്തില്ലല്ലോ. എപ്പോഴും സലാഡ് തിന്നണമെന്നൊക്കെ തോന്നുമ്പോ പച്ചക്കറി കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അതിനിപ്പോ എന്താച്ചാ, അവിടെ ഏതിലും പച്ചക്കറിക്കാരനെ കിട്ടും. ഹരിമോഹൻ ചേട്ടനെ പോലെ വീട്ടിൽ കൊണ്ടു തരുന്ന ഏതിലും പച്ചക്കറിക്കാരനെ കിട്ടും. മേഘയുടെ കല്യാണ ദിവസം അടുത്തോണ്ടിരുന്നു. ഒരു ദിവസം ഹരിമോഹൻ പച്ചക്കറിക്കാരൻ മേഘയ്ക്ക് പച്ചക്കറി കൊടുക്കാൻ വന്നു. മേഘ പൈസ കൊടുക്കാൻ പോയപ്പോ, ഹരിമോഹൻ ചേട്ടാ, നാളെ എന്റെ കല്യാണമാ. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാ സലാഡിനുള്ള പച്ചക്കറി ആരും വാങ്ങൂല. അമ്മയ്ക്ക് സാധാരണ പച്ചക്കറി ചേട്ടൻ എന്നത്തെ പോലെ കൊണ്ടു കൊടുക്കുവോ? സാരമില്ല ചേച്ചി, അമ്മക്ക് കൊടുക്കാനുള്ള പച്ചക്കറിയുമായി ഞാനിവിടെ എല്ലാ ദിവസവും വന്നോളാം. ചേച്ചി എന്തായാലും കല്യാണമൊക്കെ അല്ലേ, എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ പച്ചക്കറിയുടെ പൈസ തരണ്ട. എന്തായാലും എത്ര നാളായി ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുന്നത്. എന്തായാലും ചേച്ചി എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ്, എനിക്ക് വേറെ ഒന്നും തരാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ എന്തായാലും പച്ചക്കറിയുടെ പൈസ വാങ്ങുന്നില്ല, അതെൻ്റെ ഒരു സമ്മാനമായിട്ടിരുന്നോട്ടെ. മേഘ ചിരിച്ചുകൊണ്ട് ഹരിമോഹന്റെ പച്ചക്കറി വാങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞ് മേഘയുടെ കല്യാണം കഴിഞ്ഞ് അവൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. മേഘ അവളുടെ ശീലങ്ങളെ പോലെ സലാഡ് കഴിക്കുന്നതും അവിടെയും നിർത്തിയില്ല. മേഘയ്ക്ക് സലാഡ് കഴിക്കാൻ വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഞാൻ മാർക്കറ്റ് ചെയ്ത് സലാഡിന് പറ്റിയ നല്ല ഫ്രഷ് പച്ചക്കറി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായി. ഇനി ഒരാഴ്ചത്തേക്ക് ഈ പച്ചക്കറി ഓടിക്കാലോ, അല്ലെങ്കിൽ വഴിയിൽ ഒരു പച്ചക്കറിക്കാരനെയും കിട്ടത്തില്ല. ഇന്നാ മോളെ, നിന്റെ അമ്മായി അച്ഛൻ നിനക്ക് വേണ്ടി പച്ചക്കറി കൊണ്ടുവന്നിട്ടുണ്ട്. നീ പോയി സലാഡ് ഉണ്ടാക്കി കഴിക്ക്. താങ്ക് യു അച്ഛ. കുറച്ചു ദിവസത്തേക്ക് മേഘയുടെ അമ്മായിയച്ഛനാണ് അവൾക്ക് സലാഡിനുള്ള പച്ചക്കറി വാങ്ങിക്കൊടുത്തത്. ജോലിയുടെ എന്തോ ആവശ്യത്തിന് അമ്മായിയച്ഛന് ദൂരെ എവിടെയോ പോകേണ്ടി വന്നു. ഭർത്താവ് രമേശിന്റെ അടുത്താണെങ്കിൽ സമയവും ഉണ്ടായിരുന്നില്ല. മേഘയ്ക്ക് സലാഡ് കഴിക്കാൻ ആഗ്രഹമായിരുന്നു. പക്ഷെ വീട്ടിൽ സലാഡിനായുള്ള പച്ചക്കറികൾ ഉണ്ടായിരുന്നില്ല. മേഘ അമ്മായിയമ്മോട് പറഞ്ഞു, അമ്മ എന്റെ കൂടെ മാർക്കറ്റിൽ വരികയാണെങ്കിൽ എനിക്ക് സലാഡിനുള്ള പച്ചക്കറികളും വാങ്ങാം. അതുപോലെ കറി വെക്കാനുള്ള ആവശ്യത്തിന് അതും വാങ്ങിക്കാം. എന്റെ മരുമകൾക്ക് സലാഡ് കഴിക്കാൻ കൊതിയായല്ലേ? അദ്ദേഹം ഇവിടെ ഇല്ലാണ്ടായിപ്പോയി. ഇല്ലെങ്കിൽ അദ്ദേഹം തന്നെ മാർക്കറ്റിൽ നിന്ന് നിനക്ക് കൊണ്ടു തന്നേനെ. ശരി, നീ ഒരുങ്ങിട്ട് വാ, നമുക്ക് 2 പേർക്കും കൂടെ മാർക്കറ്റിൽ പോവാം. ഫ്രഷ് പച്ചക്കറി വാങ്ങിട്ട് വരാം. മേഘ മാർക്കറ്റിൽ അമ്മയമ്മയും കൊണ്ട് എത്തും. അവിടെ മേഘ പച്ചക്കറികൾ നോക്കുകയായിരുന്നു. അവൾക്ക് എപ്പോഴും ഫ്രഷ് പച്ചക്കറി വേണമെന്നായിരുന്നു നിർബന്ധം. അതുകൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികളും എടുത്തെടുത്ത് നോക്കുമായിരുന്നു. വില കുറഞ്ഞ് കിട്ടണ കണ്ടപ്പോഴേ തോന്നി, ഇത് ഒട്ടും ഫ്രഷ് അല്ലല്ലോ. നല്ല കക്കരിക്ക 20 രൂപ, ഫ്രഷ് ആണ്, എല്ലാവരും വന്ന് വാങ്ങൂ, വാ വാ. അമ്മ,
അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ അപ്പുറത്തെ കടയിൽ നിന്ന് കക്കരിക്ക വാങ്ങാൻ. ഇത്തിരി വില കൂടിയതാ, പക്ഷെ ഫ്രഷ് ആയിരിക്കും. മോളെ, നീ പച്ചക്കറി വാങ്ങുന്നത് രീതി കണ്ടപ്പോഴേ മനസ്സിലായി നിനക്ക് നന്നായി പച്ചക്കറി നോക്കിയെടുക്കാൻ അറിയാന്ന്. നിന്റെ അമ്മായച്ഛനും നിന്നെ പോലെയാണ്. അദ്ദേഹവും വില കൂടിയതേ വാങ്ങിക്കൂ, പക്ഷെ ഫ്രഷ് ആയിരിക്കും അത്. മാർക്കറ്റിൽ വന്ന വില കുറച്ച് കൊടുക്കുന്ന കുറേ പേരെ കിട്ടും, പക്ഷെ അദ്ദേഹം ഇതുവരെ വില കുറഞ്ഞ പച്ചക്കറി വാങ്ങിയിട്ടില്ല. എപ്പോഴും ഫ്രഷ്, വില കൂടിയത്, നല്ലത് മാത്രമേ വാങ്ങൂ. നീയും അദ്ദേഹത്തെ പോലെ തന്നെയാ. കണ്ടപ്പോൾ സന്തോഷം തോന്നി. നിനക്ക് ഇഷ്ടമുള്ള രീതിക്ക് പച്ചക്കറി വാങ്ങിക്കോളൂ. അപ്പോഴേക്കും ഒരു ബൈക്കിൽ ഒരു പയ്യൻ വന്ന് മേഘയുടെ അമ്മായിയമ്മയുടെ കഴുത്തിലെ ചെയിൻ വലിച്ചോരിക്കൊണ്ടു പോകും. അയ്യോ, എന്റെ ചെയിൻ മോഷ്ടിച്ചോണ്ട് പോയേ, രക്ഷിക്കണേ ആരെങ്കിലും ഒന്ന് പിടിച്ചേ അവനെ. അമ്മ എന്താ പറ്റി അമ്മയ്ക്ക്? ഒരു പയ്യൻ ബൈക്കിൽ വന്ന് എന്റെ മാല മോഷ്ടിച്ചോണ്ട് പോയി. എന്റെ ദൈവമേ, അമ്മയുടെ കഴുത്തില് പാട് വീണല്ലോ. അവൻ അങ്ങോട്ടേക്ക് പോയി കാണുമല്ലോ. അല്ലേതാ സ്വർണം കൊണ്ട് ഒരുത്തൻ ഇവിടുന്ന് പോയതേ ഉള്ളൂ. സ്വർണം അണിഞ്ഞോണ്ട് ആരെങ്കിലും മാർക്കറ്റിലൊക്കെ വരുമോ എന്ത് പറയാൻ? പോലീസുകാരൻ അപ്പോഴേക്കും ഒരാളെയും കൊണ്ടുവരും. മാല മോഷ്ടിച്ച ആ തെമ്മാടിയും കൊണ്ടാണ് പോലീസ് അവിടെ വന്നത്. ഇതാ അമ്മയുടെ സ്വർണ്ണമാല. ആ പച്ചക്കറിക്കാരനാണ് ഞങ്ങളെ ഇതിന് സഹായിച്ചത്. ഞാൻ അതുവഴി പോയപ്പോൾ അവനാണിത് പറഞ്ഞത്. ഹരിമോഹൻ ചേട്ടൻ ഇവിടെയോ? ആ മേഘ ചേച്ചി. മേഘ, നിനക്കെങ്ങനെ ഈ പച്ചക്കറിക്കാരനെ അറിയാം? അമ്മ, ഹരിമോഹൻ ചേട്ടനാണ് എന്റെ വീട്ടിൽ വന്ന് എനിക്ക് നല്ല ഫ്രഷ് പച്ചക്കറി കൊണ്ട് തന്നോണ്ടിരുന്നത്. താങ്ക് യു ഹരിമോഹൻ ചേട്ടാ. എന്റെ അമ്മായിയമ്മയുടെ ചെയിൻ നിങ്ങൾ എടുത്തു തന്നില്ലേ? എന്നാ ശരി, ഞാൻ പോട്ടെ. എടാ വാടാ, നീ മോഷ്ടിക്കുമല്ലേ, നിനക്ക് ജയിലിൽ തന്നെ കിടക്കടാ നീ. അത് മേഘ ചേച്ചി, ഞാൻ ഒരു സത്യസന്ധമായ കാര്യം ചെയ്തെന്നേ ഉള്ളൂ. ഈ മാർക്കറ്റിലാണ് ഇപ്പൊ ചേട്ടൻ വിൽക്കുന്നത്? അതെ മേഘ ചേച്ചി, ഞാനിപ്പോൾ ഇവിടെയാണ്. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങളെപ്പോലത്തെ മനുഷ്യനെ കാണാൻ കിട്ടാറില്ല. അമ്മ, ഹരിമോഹൻ ചേട്ടൻ ഇപ്പൊ ഈ മാർക്കറ്റിലാ ജോലി ചെയ്യുന്നത്. എന്നാ പിന്നെ ഇനി മുതല് എന്റെ വീട്ടിൽ കൊണ്ട് തരാമോ പച്ചക്കറി? ഞാനിപ്പോഴും താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് തരാം. അച്ഛനും ഇവിടെ വന്നല്ലേ വാങ്ങിക്കുന്നത്. ഇനിയിപ്പോ ഹരിമോഹൻ ചേട്ടൻ ഉണ്ടല്ലോ, ചേട്ടൻ എപ്പോഴും ഫ്രഷായ പച്ചക്കറിയെ എനിക്ക് കൊണ്ടു തരാറുള്ളൂ. ആഹാ, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യും. ചേച്ചിയുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് താ, ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് തരാം. അങ്ങനെ പയ്യെ പയ്യെ ഹരിമോഹനിൽ നിന്നും മേഘ വീട്ടിലെങ്ങനെ പച്ചക്കറികൾ കിളിപ്പിക്കണം എന്നുള്ള ടെക്നിക്കും പഠിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അവളുടെ അടുക്കളയിൽ പച്ചക്കറികൾ നടാൻ തുടങ്ങി. അങ്ങനെ അവളുടെ അടുക്കളയിലും നല്ല ഫ്രഷ് പച്ചക്കറികളും കിട്ടാൻ തുടങ്ങി. ഇത് കാരണം ഇപ്പോ അവളുടെ സ്വന്തം അടുക്കളയിൽ അവൾക്ക് പച്ചക്കറി കിട്ടാൻ തുടങ്ങി. കുറച്ച് പച്ചക്കറി ഹരിമോഹൻ ചേട്ടൻ്റെ വാങ്ങും, കുറച്ച് പച്ചക്കറി അവളുടെ അടുക്കളയിൽ നിന്ന് കൊടുക്കും.